സന്നിധാനത്തേക്കൊന്ന് പോകാം. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, സന്നിധാനത്ത് പോലീസുകാർ എല്ലാവരും നിലയുറപ്പിച്ചിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്താറായോ? തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. 6:30യോടുകൂടി 6:15 കഴിയുമ്പോൾ 6:30യോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ശരംകുത്തിയാലിന് സമീപത്ത് സ്വീകരണം നൽകും. അതിനുശേഷം സന്നിധാനത്തേക്ക് എത്തുമ്പോഴും സ്വീകരണം നൽകും. 18-ാം പടി കയറി സന്നിധാനത്തേക്ക് തിരുവാഭരണ പെട്ടികൾ എത്തിക്കും. അതിനുശേഷം ഈ തിരുവാഭരണം ഈ വിഗ്രഹത്തിൽ ചാർത്തും. ദീപാരാധന, ഈ എല്ലാ തിരുവാഭരണവും ചാർത്തിയ ശേഷമുള്ള ദീപാരാധന, അതോടൊപ്പം തന്നെ മകരജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയുന്നു. അത്തരത്തിൽ ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും ഈ സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ വിവിധ മേഖലകളിൽ ഈ മകരജ്യോതി കാണാൻ വേണ്ടി നിരവധി ആളുകൾ നേരത്തെ തന്നെ കയറി നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് വിവിധ പടിക്കെട്ടുകൾ, അതോടൊപ്പം തന്നെ വിവിധ വ്യൂ പോയിന്റുകൾ, അവിടെയൊക്കെ തന്നെ നേരത്തെ മുതൽ തന്നെ ഭക്തർ കാത്തു നിൽക്കുകയാണ് മകരജ്യോതി തെളിയുന്ന ആ നിമിഷത്തിന് വേണ്ടി. ഏതാണ്ട് ദീപാരാധന കഴിയുമ്പോൾ തന്നെ ഈ മകരജ്യോതി തെളിയും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. മാത്രമല്ല, ഒരു മഴയുടെ ഒരു ഭീഷണിയുണ്ട്. പക്ഷേ ആദ്യം ചെറിയ ഒരു ചാറ്റൽ മഴ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അതും ആശ്വാസകരമാണ്. മാത്രവുമല്ല, ഈ വലിയ നടപ്പന്തലൊക്കെ തന്നെ വലിയ ക്യൂ ഇപ്പോഴും ദൃശ്യമാണ്. നിരവധി തീർത്ഥാടകർ, നിരവധി ഭക്തർ ഇപ്പോഴും സന്നിധാനത്തേക്ക് കയറി എത്താൻ വേണ്ടി ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ തിരക്കിപ്പോൾ തന്നെ സന്നിധാനത്തും അതോടൊപ്പം തന്നെ തിരുമുറ്റത്തുമൊക്കെ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി. ഫ്ലൈ ഓവറിലൊക്കെ തന്നെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു എന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ ആളുകളൊക്കെ തന്നെ കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് മണിക്കൂറുകളോളം ഒരേ സ്ഥലത്ത് അവർ കാത്തു നിൽക്കുകയാണ്. നല്ല കൃത്യമായി കാണാൻ കഴിയുന്ന സ്ഥലത്ത് നേരത്തെ തന്നെ എത്തി അവർ കാത്തു നിൽക്കുകയാണ്. മാത്രവുമല്ല, പർണശാലകൾ കെട്ടിക്കൊണ്ട് നിരവധി ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല സന്നിധാനത്തിൻ്റെ പരിസരത്തൊക്കെ തന്നെ അവർ കാത്ത് കിടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ദിവസങ്ങളോളം സമയമെടുത്ത് കാനനപാതകളിലൂടെയൊക്കെ തന്നെ താണ്ടി വന്ന നിരവധി ഭക്തരുണ്ട്. അവരൊക്കെ തന്നെ നേരത്തെ സന്നിധാനത്തേക്ക് എത്തിയത് തന്നെ ഈ മകരജ്യോതി ദർശനം എന്ന ഒരാഗ്രഹവുമായാണ്. പലരും ആദ്യമായിട്ടായിരിക്കാം മകരജ്യോതി ദർശനത്തിന് എത്തുന്നത്. പക്ഷേ കേട്ടറിഞ്ഞ മകരജ്യോതി ദർശനം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പറഞ്ഞും മറ്റും കേട്ട, ഈ കഥകളിലും മറ്റും കേട്ട മകരജ്യോതി ദർശനമൊക്കെ തന്നെ കാണാൻ വേണ്ടി നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, എല്ലാ വർഷവും മകരജ്യോതി ദിനത്തിലെത്തുന്നവരുമുണ്ട്. അത്തരത്തിൽ ഈ മണ്ഡലകാല മകര വിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഏറ്റവും തിരക്കേറിയ ദിവസം എന്ന് തന്നെ പറയാം. ഏറ്റവും തിരക്കേറിയ ദിവസമാണ് ഈ മകരജ്യോതി തെളിയുന്ന ഇന്ന്. ഈ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിന്നത്. അവരൊക്കെ തന്നെ ഇത്തരത്തിൽ പല വഴികളിലൂടെ, കാനനപാതകളിലൂടെ, പരമ്പരാഗത പാതകളിലൂടെ, അതോടൊപ്പം തന്നെ പമ്പ വഴിയുള്ള വഴികളിലൂടെയൊക്കെ തന്നെ ആളുകൾ, തീർത്ഥാടകരൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. എന്തായാലും ഏതാണ്ട് 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം സുരക്ഷയൊക്കെ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 5000-ലധികം പോലീസുകാരെയാണ് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ തന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്രയും ഭക്തർ ഒന്നിച്ചു കൂടുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ, അപകട സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഉയരം കൂടിയ മരങ്ങൾ, ഉയരം കൂടിയ കെട്ടിടങ്ങൾ, അവയുടെ മുകളിൽ കയറി നിൽക്കരുത്. മാത്രവുമല്ല, മകരജ്യോതി ദർശനം കഴിഞ്ഞാൽ ആളുകൾ കൂട്ടത്തോടുകൂടി മലയിറങ്ങുന്നത് ഒഴിവാക്കണം. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സന്നിധാനത്ത് കർപ്പൂരാഴി കാണാം. ഇപ്പോൾ തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ടുള്ള സംഘത്തെ ആനയിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരികയാണ്. അവർ സന്നിധാനത്തേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്താം.